നമസ്കാരം, ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയും കർത്തവ്യവുമാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്താണ് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അധികാരം ഏൽക്കുന്നത്. ഭരണഘടന പലപ്പോഴും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഭരണഘടനാ ഭേദഗതികൾ ജനങ്ങൾക്ക് വേണ്ടിയാകണം. തങ്ങൾക്ക് എതിരെയുള്ള എതിർശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നാം കണ്ടതാണ്. രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളുടെ നിശിതമായ വിമർശനം സർക്കാർ കേൾക്കേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും തങ്ങളെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന നിലപാടിലാണ്. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പുറത്താക്കി സർക്കാരിനെ അട്ടിമറിക്കാൻ ജനാധിപത്യ വിരുദ്ധ നിയമനിർമ്മാണ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ അറസ്റ്റിലായി 30 ദിവസം തടവിൽ കഴിഞ്ഞാൽ അവരെ പദവിയിൽ നിന്ന് പുറത്താക്കാനുള്ള ബിൽ ആണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിന് 2 നാൾ മുമ്പ് അംഗങ്ങൾക്ക് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥ പാലിക്കാതെയായിരുന്നു അവതരണവും. പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും നിയമനം കാലാവധി വ്യവസ്ഥകളുള്ള ഭരണഘടനയുടെ 75-ാം അനുച്ഛേദം, മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും നിയമനം കാലാവധി വ്യവസ്ഥകളുള്ള 164-ാം അനുച്ഛേദം തുടങ്ങിയ ഭേദഗതി ചെയ്യുന്ന 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്രം അതിനാടകീയമായി അവതരിപ്പിച്ചത്. ഏതെങ്കിലും മന്ത്രി അറസ്റ്റിലായി 30 ദിവസം കഴിഞ്ഞാൽ മന്ത്രിയെ നീക്കണമെന്നത് ഗവർണറോട് മുഖ്യമന്ത്രി ശുപാർശ ചെയ്യണം. ഗവർണർ മന്ത്രിയെ ഉടൻ നീക്കണം. മുഖ്യമന്ത്രി ശുപാർശ ചെയ്തില്ലെങ്കിലും ജയിലിലായ മന്ത്രി 32-ാം ദിവസം മുതൽ അയോഗ്യനാകും. തടവിലായ മുഖ്യമന്ത്രി 31-ാം നാൾക്കകം ഗവർണർക്ക് രാജിക്കത്ത് നൽകിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ അയോഗ്യനാകും. പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും വ്യവസ്ഥ ബാധകമാണെന്നും ബില്ലിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും പുറത്താക്കുന്ന കാര്യത്തിൽ രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത്. മോചിതരായവർക്ക് വീണ്ടും പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആകാം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പുറത്താക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ബാധകമാകുന്നതിന് 239 അനുച്ഛേദത്തിലും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലും ഭേദഗതികൾ ആണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതി അതിന്റെ പരിഗണനയ്ക്ക് ആണ് വിട്ടിരിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് എതിരെ ലോക്സഭയിൽ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന മുദ്രാവാക്യവുമായിട്ടാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ ബില്ലിന്റെ പകർപ്പ് ചീന്തിയെറിഞ്ഞു. ജനാധിപത്യത്തിന് മരണമണിയാകുന്ന ബില്ലിനെതിരെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത്. നിയമത്തിന്റെ പകർപ്പുകൾ കീറി പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തെറിഞ്ഞു. ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും എതിരാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ ബില്ലിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിരിക്കുന്ന ശശി തരൂർ രംഗത്ത് വന്നു. പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി ഒരുമിപ്പിച്ചപ്പോൾ പാർലമെന്റിൽ നിശബ്ദത പാലിച്ച ശശി തരൂർ ഒഴിഞ്ഞു നിന്നു. പിന്നീട് ഇതിനെ ന്യായീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ സർക്കാരിനെ പിന്തുണച്ച് തരൂർ വന്നത് എങ്ങോട്ടേക്കുള്ള പോക്കാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ മൗനം സംശയം ഉളവാക്കുന്നുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നത് അന്വർത്ഥമാക്കുകയാണ് തരൂരിന്റെ അഭിപ്രായവും അതിന്മേലുള്ള കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായമില്ലായ്മയും. BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് ഒരിക്കൽ കൂടി മാറുകയാണ്. ഗവർണർ ഭരണഘടനയല്ല, മറിച്ച് ഭരണഘടനാപരമായ ഒരു പദവി മാത്രമാണ്. രാജ്യത്തിന്റെ ഉന്നത നീതിപീഠം നടത്തിയ ഇടപെടലിലൂടെ ആർക്കും സംശയമില്ലാത്ത തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് സർവകലാശാലകളുടെ നടത്തിപ്പിൽ ഇടപെട്ട് BJP സംഘപരിവാര അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ചാൻസലർ കൂടിയായ ഗവർണർ വിശ്വനാഥ് രാജേന്ദ്ര അല്ലേക്കർക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി സുപ്രീം കോടതി മുൻ ജഡ്ജി സാധുംശു
ലുധിയെ നിയമിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന UGCയുടെ പ്രതികളെ ഒഴിവാക്കണമെന്ന ആവശ്യവും ജസ്റ്റിസുമാരായ JB പർദിവാലയും KV വിശ്വനാഥനും ഉൾപ്പെട്ട ബെഞ്ച് അംഗീകരിച്ചു. ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ നൽകാനുള്ള അധികാരം മുഖ്യമന്ത്രിയിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് വേണ്ടി സംയുക്തമായോ വെവ്വേറെയോ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചെയർമാന് അധികാരമുണ്ടായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാർ നൽകിയ 10 പേരുകളിൽ നിന്നും ഗവർണർ നൽകിയ 8 പേരുകളിൽ നിന്നും 2 പേരെ വീതം ഉൾപ്പെടുത്തി 2 ആഴ്ചക്കകം ചെയർമാൻ, 5 അംഗ കമ്മിറ്റി രൂപീകരണം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് VC നിയമനത്തിന് പരസ്യം നൽകണം. വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് 3 പേരടങ്ങുന്ന ചുരുക്കപ്പട്ടിക 1 മാസത്തിനുള്ളിൽ തയ്യാറാക്കി സെർച്ച് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. നിർദ്ദേശിക്കപ്പെട്ട ആരുടെയെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അതിനുള്ള കാരണം സഹിതം ശുപാർശകൾ ചാൻസലറായ ഗവർണർക്ക് സമർപ്പിക്കണം. നിർദ്ദേശിക്കപ്പെട്ട പേരുകൾ ഒന്നും ഗവർണർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അന്തിമ തീർപ്പ് സുപ്രീം കോടതിയുടെ ആയിരിക്കും. അത് അല്ലെങ്കിൽ ഗവർണറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിയമനം നടത്താമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ചാൻസലർ പദവിയുടെ ബലത്തിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ഗവർണർ നടത്തിയ ഇടപെടലിന്റെ ഫലമായി ഉണ്ടായ അനിശ്ചിതത്വത്തിന് സുപ്രീം കോടതിയുടെ ഉത്തരവോടെ വിരാമമായിരിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും താൽക്കാലിക വൈസ് ചാൻസലർമാരായി സിസ തോമസിനെ പ്രൊഫസർ K ശിവപ്രസാദിനെയും 2024 നവംബർ 27 അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ചതോടെ ആരംഭിച്ച നിയമ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇതോടെ നിർണായക വിജയം നേടിയിരിക്കുകയാണ്. കേന്ദ്രഭരണം കൈയാളുന്ന പാർട്ടിയുടെ ഏജന്റായി ഗവർണർ പദവിയെ അധപതിപ്പിച്ചവർക്കുള്ള കനത്ത പ്രഹരമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. വിദ്യാഭ്യാസത്തിന് അത്യന്തം പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളവും ഇവിടുത്തെ LDF സർക്കാരും. പ്രശംസനീയമായ വിധം പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അനിശ്ചിതത്വത്തിന്റെ നിഴലിലാക്കാൻ സംഘപരിവാർ ഗവർണറുടെ ആലങ്കാരിക പദവിയായ ചാൻസലർ സ്ഥാനത്തെ ദുരുപയോഗം ചെയ്യുകയും ഫെഡറൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭരണഘടനാദത്തമായിരിക്കുന്ന അവകാശങ്ങളിൽ കൈകടത്തുന്ന ഗവർണറുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ നിരന്തരം നിയമയുദ്ധം നടത്തേണ്ട ഗതികേടിലാണ് സംസ്ഥാനത്തെ LDF സർക്കാരിന്. ഗവർണർ പദവിയുടെ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കുന്ന നടപടികളല്ല BJP സർക്കാരിന് കീഴിൽ കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഗവർണർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് കേരളമാണ്. മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഭൂവിഭാഗമാണ്. രാജ്ഭവനുകളെ സംഘപരിവാരങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള എല്ലാത്തരം നടപടികളെയും എതിർക്കപ്പെടും. കോൺഗ്രസ് അല്ല കേരളം ഭരിക്കുന്നത്, മറിച്ച് ഇച്ഛാശക്തിയോടെ ഓരോ ചുവടും മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ്. BJPയും സംഘപരിവാരങ്ങളും ഓർക്കുന്നത് നല്ലതാണ്. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.